ഇന്ന് മെയ് 18 ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. HIV അണുബാധയെയും എയ്ഡ്സിനെയും പ്രതിരോധിക്കാൻ വാക്സിൻ്റെ അടിയന്തരമായ ആവശ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 18 ലോക എയ്ഡ്സ് വാക്സിൻ ദിനമായി ആചരിക്കുന്നു. എയ്ഡ്സിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എണ്ണമറ്റ ആരോഗ്യ വിദഗ്ധർ, ശാസ്ത്രജ്ഞർ, കമ്മ്യൂണിറ്റി അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ആദരിക്കുന്നതിനും അവരോടുള്ള നന്ദി അറിയിക്കുന്നതിനുമുള്ള ദിനമാണിത്. ലോക എയ്ഡ്സ് വാക്സിൻ ദിനത്തിൻ്റെ ചരിത്രം. 1997 മെയ് 18 മേരിലാൻഡിലെ മോർഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഫലപ്രദമായ HIV പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ് പ്രസംഗിച്ചു. അടുത്ത ദശകത്തിനുള്ളിൽ ഒരു എയ്ഡ്സ് വാക്സിൻ വികസിപ്പിക്കാൻ ക്ലിന്റൺ ലോകത്തെ വെല്ലുവിളിച്ചു. ആ പ്രസംഗത്തിൻ്റെ വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായി 1998 മെയ് 18 ആദ്യത്തെ ലോക എയ്ഡ്സ് വാക്സിൻ ദിനം ആചരിച്ചു. ഇത് എല്ലാ വർഷവും ആചരിക്കുന്നു. ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. പ്രാധാന്യം. HIV മനുഷ്യരിലെ പ്രതിരോധ സംവിധാനത്തെ ക്രമേണ ദുർബലപ്പെടുത്തും. പ്രതിരോധശേഷി കുറയുന്നതോടെ ജീവന് ഭീഷണിയാകുന്ന പലതരത്തിലുള്ള രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാൻ തുടങ്ങും. അതിനാൽ ഈ അവസ്ഥ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു HIV വാക്സിൻ, അത് പ്രതിരോധമോ ചികിത്സയോ ആകാം, കണ്ടെത്തുന്നത് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയിലെ മേരിലാൻഡിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ NIH 1987 HIV വാക്സിൻ സംബന്ധിച്ച ഗവേഷണം ആരംഭിച്ചത്. 4 കോടി ജീവിതങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇതുവരെ 40.1 ദശലക്ഷം പേരുടെ ജീവിതത്തെ HIV ബാധിച്ചു. ചില രാജ്യങ്ങളിലെ പുതിയ കേസുകളുടെ വർധന നിരീക്ഷിച്ചതിൽ നിന്ന് വ്യക്തമാവുന്നത് HIV പകരുന്നത് ഇപ്പോഴും തുടരുന്നു എന്നാണ്. HIV അണുബാധയ്ക്കുള്ള ചികിത്സയുടെ അഭാവമുണ്ടായിട്ടും നിലവിൽ ലഭ്യമായ ഉചിതവും കാര്യക്ഷമവുമായ ചികിത്സ കൊണ്ടും ആരോഗ്യ പരിപാലനത്താലും HIV ബാധിതരുടെ ആയുസ്സ് ഗണ്യമായി വർദ്ധിപ്പിക്കാനും അവരുടെ ക്ഷേമം മെച്ചപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. എന്താണ് HIV അണുബാധ? HIV ഒരു വൈറൽ അണുബാധയാണ്. അത് പ്രതിരോധ സംവിധാനത്തെ പ്രത്യേകമായി ലക്ഷ്യം വെക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. ക്ഷയം, ചില അണുബാധകൾ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വ്യക്തികളെ കൂടുതൽ ഇരയാക്കുന്നു. HIV അണുബാധയുടെ അവസാന ഘട്ടമാണ് എയ്ഡ്സ്. ബിൽ ക്ലിന്റന്റെ പ്രസംഗത്തിന് ശേഷം. ബിൽ ക്ലിന്റന്റെ പ്രസംഗത്തിന്റെ 1-ാം വാർഷിക ദിനമായ 1998 മെയ് 18 ആദ്യമായി ലോക എയ്ഡ്സ് വാക്സിൻ ദിനം ആചരിച്ചു. എയ്ഡ്സ് വാക്സിൻ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള തുടർ പ്രവർത്തനങ്ങൾ പിന്നീട് വേഗത്തിൽ നീങ്ങി. വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ലോകമെമ്പാടും ലോക എയ്ഡ്സ് വാക്സിൻ ദിനം ആചരിക്കാറുള്ളത്. വിദ്യാഭ്യാസ സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ, ക്യാമ്പയിനുകൾ എന്നിവ ഈ ദിനത്തിൽ വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുന്നു. കോവിഡിന് ശേഷം. കഴിഞ്ഞ വർഷങ്ങളിൽ COVID-19 വാക്സിന് വേണ്ടി നടത്തിയ ഗവേഷണങ്ങൾ ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. സ്കിപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇമ്മ്യൂണോളജിസ്റ്റായ വില്യം ഷീഫ് കോവിഡ് വാക്സിനുകളിൽ ഉപയോഗിക്കുന്ന അതേ mRNA സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു HIV വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം